നമസ്കാരം. സംവിധാനത്തിന്റെ പിഴവ് ചൂണ്ടിക്കാട്ടിയതിന് ഡോക്ടർ ഹാരിസിന് നൽകേണ്ടി വരുന്നത് വലിയ പിഴയാണ്. മോഷണക്കേസിൽ പെടുത്താനാണോ സർക്കാർ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരാളെ കുടുക്കിയാൽ തീരുന്നതാണോ സംസ്ഥാന ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ? കളവ് പോയെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണ ഭാഗം ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറയുമ്പോൾ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് സംവിധാനത്തെയാണ് പഴിക്കേണ്ടത്? സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം നോക്കാം 10 പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ബിലാസ്പൂർ NIA കോടതിയിൽ വാദം പൂർത്തിയായി. കേസന്വേഷണം ആദ്യഘട്ടത്തിലെന്ന സാങ്കേതിക വാദവുമായി പ്രോസിക്യൂഷൻ, അപലപിച്ച് സഭാ നേതൃത്വം. പ്രതിഷേധവുമായി UDF-ഉം LDF-ഉം. മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിനോട് വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ പാനൽ തള്ളി. സിസ തോമസ് വീണ്ടും ഡിജിറ്റൽ സർവകലാശാല VC. ശിവപ്രസാദ് KTU VC. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് വീണ്ടും മുഖ്യമന്ത്രിയുടെ കത്ത്. നിയമന നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനമെന്ന് മന്ത്രി R ബിന്ദു. ഗവർണറുടെ നാളത്തെ സമവായ ചർച്ച ബഹിഷ്കരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിന് കുടുക്കാൻ നീക്കം. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായെന്ന് മന്ത്രി വീണ ജോർജ്. ഉപകരണങ്ങളെല്ലാം ആശുപത്രിയിൽ ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ്. സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നുവെന്ന് VD സതീശൻ. കാരണം കാണിക്കൽ നോട്ടീസിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർ. മലയാളത്തിനും നേട്ടം. മികച്ച സഹനടി ഉർവശി. സഹനടൻ വിജയരാഘവൻ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി. കേരള സ്റ്റോറിക്ക് പുരസ്കാരം നൽകിയതിൽ വിമർശനം. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ അധികൃതർ. കൊല്ലം മയ്യനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ കൊച്ചുകുട്ടികൾക്ക് ഭീഷണിയായി നിർമ്മാണ സാമഗ്രികളും കൂറ്റൻ മരങ്ങളും. സ്കൂളിന് ചുറ്റുമതിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും പഞ്ചായത്തിന് അനാസ്ഥയെന്ന് പരാതി. ടോപ് 10 സ്പെഷ്യൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. രാജ്യസഭയിൽ CISF ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെ ചൊല്ലി കയ്യാങ്കളി. MP-മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളും. കോതമംഗലത്ത് വിഷമുള്ളിൽ ചെന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. അൻസിലിന് വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന് പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും ആരോപണം. ഓവൽ ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. ഇംഗ്ലണ്ടിന്റെ ഗുസ് അറ്റ്കിൻസന് 5 വിക്കറ്റ്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റ് നഷ്ടം. 21 റൺസ് ലീഡ്. ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാകും. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഭാഗികമായി നിർത്തി ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ. നടപടി ട്രംപിന്റെ ഉപരോധ ഭീഷണിയുടെ പശ്ചാത്തലത്തിലെന്ന് സൂചന. റഷ്യൻ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാമെന്ന വാഗ്ദാനവുമായി US. ട്രംപ് ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ 25% നികുതി പ്രാബല്യത്തിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. റഷ്യൻ ടു മലയാളം സുരേഷ് വഴി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി നാളെ വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസന്വേഷണം ആദ്യഘട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി.
മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് 2 കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത്. കന്യാസ്ത്രീമാരുടെ ജാമ്യ ഹർജിയിൽ NIA കോടതിയിൽ വിശദമായ വാദമാണ് നടന്നത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പരസ്യമായ എതിർപ്പ് കോടതിയിൽ ഉന്നയിച്ചില്ലെങ്കിലും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്കായി ഹാജരായത്. പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും നാളെ ജാമ്യം ലഭിക്കുമെന്നും NIA കോടതിയിലെത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. നാളെ ജാമ്യം ലഭിച്ചാൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ദുർഗ് സെൻട്രൽ ജയിലിൽ ഒരാഴ്ചയായി തുടരുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ UDF MPമാർ ദുർഗിലെത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്നതുവരെ ദുർഗിൽ തുടരുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് MPമാർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തത് അങ്ങേയറ്റം അപലപനീയവും ദുഃഖകരവുമാണെന്ന് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. അമിത്ഷായുടെ ഉറപ്പ് രാജ്യം പ്രതീക്ഷയോടെയാണ് കേട്ടതെന്നും ആഭ്യന്തരമന്ത്രിയുടെ വാക്ക് കാറ്റിൽ പറത്തി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനം എന്ന് വരുത്തി തീർക്കാൻ ചില തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുകയാണ്. അത്തരം സംഘടനകളെ വിലക്കി നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് വായ് മൂടിക്കെട്ടി സമരം നടന്നു. കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകളെ തുറങ്കലിലടയ്ക്കാൻ ആസൂത്രണം നടന്നെന്നും രാജ്യത്തിന്റെ നന്മയല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആ 3 പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്തതാണെന്നും അതുതന്നെയാണ് ഏറ്റവും വലിയ കാരണം. രണ്ടാമത് മനുഷ്യക്കടത്തുന്നാക്കി. കാരണം ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി അത് നടക്കുകയില്ല. അതുകൊണ്ട് അവരുടനെ മനുഷ്യക്കടത്താക്കി. എങ്ങനെ മനുഷ്യക്കടത്താകുന്നത്? തെറ്റായ ഒരു കാര്യത്തിന് മനുഷ്യനെ ജീവിത സന്ധാരണ രീതിക്ക് വിഘാതമായി അടിമപ്പണിക്കോ അല്ല കൊണ്ടുപോയത്. അവർക്ക് ശമ്പളം കൊടുത്ത് നല്ലൊരു ജോലിക്ക് കൊണ്ടുപോയത്. അതുപോലും മനസ്സിലാക്കാതെ അവരെ തുറങ്കിലടയ്ക്കാൻ വേണ്ടി തന്നെ ആസൂത്രിതമായി ജനങ്ങൾ ആക്രോശിച്ചുകൊണ്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഇത് ഒരിടത്തല്ല, ഇത് അവസാനത്തതാണ്. ഇതിനു മുമ്പും പലയിടത്തും ഇതുപോലെ പല പരിപാടികളും നടക്കുന്നുണ്ട്. ഇത് ക്രൈസ്തവർക്ക് നേരെ മാത്രമുള്ളതല്ല, ഇത് ഇന്ത്യയിലെ പൗരന്മാർക്കെതിരെയുള്ള. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അമിത്ഷാ നാടകം കളിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൃത്യമായ ഗൂഢാലോചനയാണ് നടക്കുന്നത്. ക്ഷമയുടെ എല്ലാ അതിരുകളും ലംഘിച്ചാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതല്ലേ പറയുന്നത്, നാടകമാണ്, നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ പറഞ്ഞു എന്നെ കോടതി അഭിഭാഷണം എതിർത്തിരിക്കുകയാണ്. ഇത് എന്ത് കേസാണ്? അതിന് മാത്രം എന്ത് കേസാണുള്ളത്? ആ കുട്ടികളെ പറഞ്ഞു ഞങ്ങളുടെ അനുവാദത്തോടെയാണ് പോയതെന്ന്, രക്ഷകർത്താക്കളുടെ അനുവാദത്തോടു കൂടിയാണ് പോയതെന്ന് അവർ പറയുന്നു. ഇത് ഈ പച്ചയായ യാഥാർത്ഥ്യം അവരുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഇത്തരം ഈ രീതി പെരുമാറുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇവരുടെ DNA വളരെ ക്ലിയർ ആണ്. തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ് BJP പറഞ്ഞത്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയാണ്. രാജ്യമാകെ ഛത്തീസ്ഗഡ് വിഷയം വീക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
അല്ല, ഇതൊരു ആൾക്കൂട്ട വിചാരണ നടന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രചരണം ഇതെല്ലാം. അപ്പോൾ അതിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്. മതമാറ്റത്തിലൊരു വിഷയം അവിടെ ഇല്ല. ഒന്ന് പെൺകുട്ടികൾ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ മനുഷ്യക്കടത്തും അല്ല, കുട്ടികളുടെ പേരൻസും കൂടെ ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. അറസ്റ്റിൽ വേദനയും അമർഷവുമുണ്ടെന്നും എത്രയും വേഗം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ വിവേചനമുണ്ട്. കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സുരക്ഷിതത്വവും ലഭിക്കണം. രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ BJP നോക്കാറില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിന് ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സഭയുടെ ഭാഗത്തു നിന്നും അമർഷം ഉയർന്നതോടെയാണ് അനുനയ നീക്കത്തിന് BJP മുതിർന്നത്. അമൃത ന്യൂസ്, തൃശൂർ. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സർക്കാർ നൽകിയ പാനൽ തള്ളി താൽക്കാലിക VC-മാരെ ഗവർണർ നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെയും താൽക്കാലിക VC-മാരായി നിയമിച്ചത്. അതേസമയം ഗവർണറുടെ നിലപാട് സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും സർക്കാർ നൽകിയ പാനലിൽ നിന്ന് VC-മാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് വീണ്ടും കത്ത് നൽകി. നാളെ നടക്കുന്ന സമവായ ചർച്ചയിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കില്ല. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക VC-മാരെ ചാൻസലർക്ക് നിയമിക്കാമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഗവർണർ ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും നിയമിച്ച് ഉത്തരവിറക്കിയത്. എന്നാൽ സർക്കാർ നേരത്തെ തന്നെ 3 പേരടങ്ങുന്ന 2 പാനൽ വീതം ഗവർണർക്ക് കൈമാറിയിരുന്നു. ഈ പാനൽ തള്ളിയാണ് ഗവർണർ 2 പേരെ നിയമിച്ചിരിക്കുന്നത്. ഇത് സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് വിമർശിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും രംഗത്ത് വന്നു. വളരെ കൃത്യമായിട്ട് തന്നെ 2 ആക്ടിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റുമായി ആലോചിച്ചു വേണം ചെയ്യാനെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കും. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇതിനിടെ താൽക്കാലിക VC-മാരുടെ നിയമനം റദ്ദു ചെയ്ത് സർക്കാർ പാനലിൽ നിന്ന് നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് വീണ്ടും കത്ത് നൽകി. സുപ്രീം കോടതി വിധിയെ മറികടന്നാണ് ഗവർണർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തതെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കോടതി വിധി വന്നതിന് പിന്നാലെ ചർച്ചയ്ക്കായി നിയമമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിയോഗിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഗവർണർക്ക് ആദ്യ കത്ത് നൽകിയിരുന്നു. ഇതുപ്രകാരം സമവായ ചർച്ച നാളെ നടത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഗവർണർ ഉത്തരവിറക്കിയതിനാൽ നാളത്തെ ചർച്ചയിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഖാൻ, ജി മുരളീധരൻ എന്നിവർക്കെതിരെ രജിസ്ട്രാറിന്റെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ പരാതി നൽകി. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. വിസിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം സിൻഡിക്കേറ്റ് ഹാളിന്റെ താക്കോൽ മോഷണം പോയെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തി. രജിസ്ട്രാർ നൽകിയ കേസ് പരിഗണിക്കാനിരിക്കെയാണ് സംഭവം. സുപ്രധാന രേഖകൾ പലതും ഇവിടെയുണ്ടെന്നും വിസിയുടെ അറിവോടെയാണ് മോഷ്ടിക്കപ്പെട്ടതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണങ്ങൾ തള്ളി മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതായി ഉപസമിതി കണ്ടെത്തിയെന്നായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണം കാണാതെയായിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ MB ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെന്നും സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും കളവ് പോയെന്നാണ് സംശയമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. തിരുവനന്തപുരത്ത് MPയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മന്ത്രി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ലെന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കളവ് പോയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. വിദഗ്ധ സംഘത്തിന് എല്ലാം പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ലെന്നും കാണാതെ പോയി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരിക്കുന്ന ഉപകരണമാണെന്നും ഡോക്ടർ പറഞ്ഞു. മുൻപ് ഒരു ജൂനിയർ ഡോക്ടർ ഉപകരണം മനഃപൂർവ്വം കേടാക്കി എന്ന ആരോപണമുയർന്നിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ആരോപണം തെറ്റാണെന്ന് കണ്ടെത്തുകയും ഉപകരണത്തിന്റെ നിർമ്മാണ പിഴവാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് കമ്പനി ഉപകരണം മാറ്റി നൽകുകയുമായിരുന്നു. താൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആകുന്നതിന് മുൻപ് നടന്ന സംഭവമാണതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, മോസ്റ്റിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണത്, എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഡോക്ടർക്കെതിരെയുള്ള ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഡോക്ടർ ഹാരിസിന് നൽകിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വീണ ജോർജ് ഓരോ സമയത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടറെ പീഡിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെതിരായിട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വിവരം. അശ്വതിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. അശ്വതി, മലയാള സിനിമയിൽ കഴിഞ്ഞ 20-25 വർഷത്തോളം സജീവമായി തുടരുന്ന താരമാണ് കലാഭവൻ നവാസ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? വിവരങ്ങൾ. അതിന് ചോറ്റാനിക്കരയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞ ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിന്റെ ഹൃദയാഘാതമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമികമായ നിഗമനം. അദ്ദേഹത്തെ ചോറ്റാനിക്കരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കൂടുതൽ പരിശോധനകൾക്കും ഒരു പക്ഷേ നാളെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും മനസ്സിലാക്കുക. 51 വയസ്സാണ് നവാസിന്. സിനിമയിൽ ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ആളാണ്. 1992 മുതൽ തന്നെ
ചലച്ചിത്ര രംഗത്തടക്കം വളരെ സജീവമായിരുന്ന ആള് മിമിക്രിയിലൂടെയാണ് സിനിമയിലേക്കും ഒക്കെ തന്നെ എത്തുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ, അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ നടനായിരുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു കലാപാരമ്പര്യം ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും ഒക്കെ അഭിനയ രംഗത്ത് സജീവമാണ്. അങ്ങനെയുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും 51 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഹൃദയാഘാതമാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കലാകാരന്മാർ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ അവിടേക്ക് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അഖില. അശ്വതി, ഈ നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാഭവൻ എന്നുള്ള ആ വേദിയിൽ നിന്ന് കലാഭവന്റെ ഒരു കലാഭവൻ നിരവധി താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് നവാസ്. മിമിക്രി എന്നുള്ളത് നവാസിനെ സംബന്ധിച്ച്, നവാസിന്റെ കുടുംബത്തെ സംബന്ധിച്ച്, നവാസിന്റെ സഹോദരനും ഒക്കെ കലാകാരനാണ്. ഇത്തരത്തിൽ മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ അച്ഛനും ഒക്കെ. തീർച്ചയായും അഖില, അച്ഛൻ അബൂബക്കറാണ്. നാടകത്തിലും സിനിമയിലും ഒക്കെ വലിയ നടനായിരുന്നു. അങ്ങനെയാണ് നവാസിലേക്ക് ആ പാരമ്പര്യം വരുന്നത്. പിന്നീട് കലാഭവനാണ് ഈ നവാസിന്റെയും ഒപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന കലാകാരന്മാരുടെ എല്ലാം ഒപ്പം നമുക്ക് എല്ലാവരുടെയും അന്നത്തെ പ്രശസ്തരായിട്ടുള്ള കലാഭവനിലെ കലാകാരന്മാരോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. നിരവധി സ്റ്റേജ് ഷോകളും ഒക്കെ തന്നെ കലാഭവന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കലാഭവനിലൂടെ വളർന്നു വന്ന, വടക്കാഞ്ചേരിയിലാണ് വീട് എങ്കിലും കൊച്ചിയിൽ വളർന്ന ഒരു കലാകാരനായിരുന്നു. സിനിമയിലും വളരെ സജീവമായിരുന്നു. 1995 പ്രദർശനത്തിലെത്തിയ ചൈതന്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹാസ്യരംഗത്ത് ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് എല്ലാവരുടെയും മലയാളികളുടെ മനസ്സ് നിറച്ച കലാകാരനാണ്. തില്ലാന, മായാജാലം, മാൻഡ്രേക്ക്, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, കസബ, മാട്ടുപ്പെട്ടി മച്ചൻ, അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം ഹാസ്യ കഥാപാത്രം അവതരിപ്പിക്കുകയും മലയാളി മനസ്സിൽ ശ്രദ്ധേയനാവുകയും ചെയ്ത കലാകാരനാണ്. എന്തായാലും വളരെ പെട്ടെന്നായി പോയി അദ്ദേഹത്തിന്റെ വിയോഗം എന്നതാണ്. അപ്രതീക്ഷിത വിയോഗം. 51 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് പ്രാഥമികമായ നിഗമനം. കൊച്ചിയിൽ തന്നെ വളർന്ന ഒരു കലാകാരനായതുകൊണ്ട് തന്നെ നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ കൊച്ചിയിലുണ്ട്. പഴയ മിമിക്രി കലാകാരന്മാരും പിന്നീട് സിനിമയിലേക്ക് വന്ന സിനിമാ രംഗത്തുള്ള പ്രമുഖരും എല്ലാം കൊച്ചിയിലാണുള്ളത്. അവരെല്ലാം തന്നെ അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ശരി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്റെ പുരസ്കാരം പങ്കിട്ടു. റാണി മുഖർജി മികച്ച നടി, ഉള്ളൊഴുക്കിലൂടെ ഉർവശി മികച്ച സഹനടിയായും പൂക്കാലത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനായും തെരഞ്ഞെടുക്കപ്പെട്ടു. Best Malayalam film, Ullulukku, which means undercurrent, for combining intimate character study of a family, highlighting patriarchal conditioning, grief, and agency through restrained performances. 2023 ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ് അശുതോഷ് ഗൗരീക്കർ ചെയർപേഴ്സണായ ജൂറി പ്രഖ്യാപിച്ചത്. ജവാൻ സിനിമയിലെ പ്രകടനത്തിനാണ് ഷാറൂഖിന് പുരസ്കാര നേട്ടം. 12th ഫെയിൽ എന്ന ചിത്രം വിക്രാന്ത് മാസിയെ പുരസ്കാരത്തിന് അർഹനാക്കി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ പ്രകടനമാണ് റാണി മുഖർജിയെ മികച്ച നടിയാക്കിയത്. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ മികച്ച സിനിമയായി. ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ സുദീപ്തോ സെന്നിനെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തു. മലയാളത്തിനും മികച്ച നേട്ടം ലഭിച്ച വർഷമാണ് 2023. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഇത് 2ാം തവണയാണ് ഉർവശിക്ക് ദേശീയ പുരസ്കാര നേട്ടം. ഗുജറാത്തി നടി ജാനകി ബോധിവാലയോടൊപ്പമാണ് ഉർവശി പുരസ്കാരം പങ്കിട്ടത്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി. തമിഴ് ചിത്രം പാർക്കിങ്ങിലെ അഭിനയത്തിലൂടെ MS ഭാസ്കറും മികച്ച സഹനടനായി. പൂക്കാലത്തിലൂടെ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റർ. 2018 എന്ന ചിത്രത്തിന് രംഗമൊരുക്കിയ മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി. നോൺ ഫീച്ചർ വിഭാഗത്തിലെ പ്രത്യേക പരാമർശം നേക്കൽ ക്രോണിക്കിൾ ഓഫ് ദ പാഡിയിലൂടെ MK രാംദാസിന് ലഭിച്ചു. ജവാനിലെ ഗാനത്തിലൂടെ ശില്പാ റാവു മികച്ച ഗായികയായപ്പോൾ ബേബിയിലെ ഗാനത്തിലൂടെ PVNS രോഹിത് മികച്ച ഗായകനായി. GV പ്രകാശ് കുമാറാണ് മികച്ച സംഗീത സംവിധായകൻ. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ദേശീയ ചലച്ചിത്ര പുരസ്കാര നേട്ടത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഉള്ളൊഴുക്ക് ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ചിത്രം 8 വർഷമെടുത്താണ് ചെയ്തത്. സിനിമ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂവെന്നും ക്രിസ്റ്റോ ടോമി അമൃത വാർത്തയോട് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് സിനിമയ്ക്കും ചേച്ചിക്കും ഒക്കെ അവാർഡ് കിട്ടിയതിൽ. 9 ദിവസം അച്ചാച്ചൻ്റെ ബോഡിയുമായിട്ട് വെയിറ്റ് ചെയ്തു എന്ന് അടക്കാൻ പറ്റുമെന്നറിയാതെ. അവിടെ നിന്നാണ് ഈ സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. വളരെയധികം പ്രൊഡക്ഷൻ ചലഞ്ചസ് ഉള്ളൊരു സിനിമയായിരുന്നു. ഒരു സ്ഥലം മൊത്തം വെള്ളപ്പൊക്കത്തിൽ ആക്കണം. സാധാരണ വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ സെറ്റ് ഇടുകയല്ല ചെയ്തത്. ഒറിജിനലായിട്ടുള്ളൊരു വീടും പരിസരവും ഒക്കെ വെള്ളം കയറ്റി ആണ് ചെയ്തത്. അത് ജെന്യൂനായിട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെ കൊണ്ട് ഈ സിനിമ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ പെർഫോമൻസ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ആഗ്രഹിക്കുന്നൊരു സിനിമയാണിത്. വെള്ളത്തിൽ നിന്നുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്നൊക്കെ സമയത്ത് കൂടെ നിന്നിട്ട് നമ്മൾ പെർഫോമും ചെയ്യണം. ചേച്ചിയും ഉറൂസ് ചേച്ചിയും പാർവതിയും ഒക്കെ അത് വളരെ ഭംഗിയായെന്നും അതെല്ലാം എനിക്കൊന്ന് എക്സ്ട്രോർഡിനറി ആയിട്ട് ചെയ്തു. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച് നടൻ വിജയരാഘവൻ. ആദ്യമായാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. രാജ്യത്തിന്റെ അംഗീകാരം എന്നത് വലുതാണ്. സിനിമയാണ് എല്ലാം. ഇത്രയും കാലം സിനിമയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരം. പിന്നെ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് MK രാംദാസ്. വയനാട്ടിലെ ചെറുവയൽ രാമന്റെ ജീവിതം പകർത്തിയ ഡോക്യു ഫിലിമാണ് നകൽ. വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് ഈ ചിത്രം. മാധ്യമപ്രവർത്തകനായതിനാൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും രാംദാസ് പറഞ്ഞു. ഒരു പ്രശംസ കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതാണ്, കുറേ ദീർഘകാലമായിട്ടുള്ള നമ്മളൊരു അധ്വാനത്തിൻ്റെ ഒരു വിലയും കൂടിയാണത്. അപ്പോൾ അത് അങ്ങനെ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദേശീയ പുരസ്കാര ജൂറിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നിർമ്മിച്ച സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവഹേളിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഓരോ മലയാളിയും അനീതിക്കെതിരെ സ്വരമുയർത്തണം. പുരസ്കാരം നേടിയ ഉർവശിയും വിജയരാഘവനും ഉൾപ്പെടെയുള്ള മലയാളികളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്വേഷ ക്യാമ്പയിൻ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ടാണ് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത്. ഇത് അംഗീകരിക്കാനാകില്ല. വിഭജനത്തിന്റെ രാഷ്ട്രീയം നടപ്പാക്കുന്ന BJPയും സംഘപരിവാറും കേരളത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. സ്റ്റോറിയിലേക്കാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ചത്. തുടർന്ന് സംസ്ഥാനത്താകമാനം സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തു. എന്നാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ഏതു നിമിഷവും സംഭവിക്കാവുന്ന ഒരു അപകടത്തിന് നടുവിലാണ്. മയ്യനാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ശാസ്താംകോവിൽ LP സ്കൂളാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ഇങ്ങനെയൊരു അവസ്ഥയിൽ തുടരുന്നത്. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ശാസ്താംകോവിൽ LP സ്കൂളിലേക്ക് ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നത് അപകടങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ്. പ്രീ പ്രൈമറി ക്ലാസുകൾ മുതൽ 4ാം ക്ലാസുകൾ വരെയുള്ള ഇവിടെ സമീപ പ്രദേശത്തെ സാധാരണക്കാരായവരുടെ കുരുന്നുകളാണ് പഠിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ക്ലാസ് മുറികളിൽ നിലത്തുപാകിയ ടൈലുകൾ ഇളകി തുടങ്ങിയപ്പോൾ അപകട സാധ്യത കണക്കിലെടുത്ത് പൂർണ്ണമായും ഇളക്കി മാറ്റി. പക്ഷേ പുതിയവ ഇടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പഞ്ചായത്ത് അധികൃതർ എത്തി ക്ലാസ് റൂമുകൾ സന്ദർശിച്ച ശേഷം ടൈലുകളെല്ലാം ഉടൻ തന്നെ ഇളക്കി മാറ്റാമെന്നും സ്കൂൾ തുറന്ന് ദിവസങ്ങൾക്കുള്ളിൽ ടൈലുകൾ പാകി പുനർനിർമ്മിക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ടൈലുകൾ മുഴുവൻ ഇളക്കി മാറ്റുക അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതോടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം വലിയ അപകടാവസ്ഥയിലായി. ഇന്നല്ലെങ്കിൽ നാളെ, ഇതായിരുന്നു സ്കൂൾ അധികൃതർക്ക് പഞ്ചായത്ത് നൽകിയ ഉറപ്പ്. പക്ഷേ നാട്ടിലിപ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്ക് ഈ ഉറപ്പാണ് പഴഞ്ചൊല്ലായി ഉപയോഗിക്കുന്നത്. ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് വിശ്രമവേളകളിൽ പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എന്നൊന്ന് ഇവിടെയില്ല.
കാരണം കുരുന്നുകളെ ക്ലാസ് മുറികളിൽ നിന്നും പുറത്തിറക്കാൻ അധ്യാപകർക്ക് പേടിയാണ്. സ്കൂൾ പരിസരത്തുള്ള വലിയ മരങ്ങൾ മറ്റൊരു അപകട ഭീഷണിയാണ്. മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാത്തതുകൊണ്ട് അസംബ്ലി മുടങ്ങിയിട്ട് മാസങ്ങളായി. നിരവധി തവണ പഞ്ചായത്തിൽ സ്കൂളിന്റെ അവസ്ഥ കാണിച്ച് പരാതികൾ നൽകി. എന്നാൽ ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായില്ല. വികസന പ്രവർത്തനങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും ഇവിടെ പഞ്ചായത്തിന് ചിലവഴിക്കാൻ ഫണ്ടുകൾ നിരവധിയുണ്ട്. പക്ഷേ അവ ചിലവഴിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകളാണ് ഈ കാണുന്നത്. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. സ്കൂളിൻ്റെ ഈ അവസ്ഥ കണ്ട് പലരും ഇവിടുത്തെ പഠനം അവസാനിപ്പിച്ചു. പക്ഷെ മറ്റൊരു മാർഗവുമില്ലാത്ത രക്ഷിതാക്കൾ പ്രാർത്ഥനയോടെ കുട്ടികളെ ഇവിടേക്ക് അയക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ടൈലിൻ്റെ പ്രശ്നമുണ്ട്, അതിപ്പോൾ ഇളക്കി വെച്ചിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതൊക്കെ ഒന്ന് പഞ്ചായത്തുകാരൊക്കെ ഇടപെട്ടൊന്ന് ശരിയാക്കി കിട്ടിയാൽ അവർ ശരിയാക്കി തരാമെന്ന് തന്നെ നമുക്ക് പറയുന്നത്. ആ വാക്കിൽ വിശ്വാസമുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് സാധിച്ചു തന്നാൽ നമ്മുടെ കുട്ടികളുടെ ഒരു സുരക്ഷ, ഇപ്പോഴത്തെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലേ, അത് വെച്ചിട്ടൊരു സുരക്ഷ നമുക്ക് ഉറപ്പാക്കണം. കാട് പിടിച്ച് നല്ല ഒരു സേഫ്റ്റി നമ്മൾ ഏത് സ്കൂളിൽ ചെന്നാലും ചുറ്റുമതിലുണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല. പക്ഷെ പുറത്തോട്ട് അവർക്കൊരു കളിസ്ഥലമോ അങ്ങനെയൊന്നൊരു ഫ്രീഡം, അതായത് ഗ്രൗണ്ട് അങ്ങനെയൊന്നും ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. അതൊക്കെ ഉള്ളൂ. പിന്നെ സ്പോർട്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓരോ സ്കൂളിൽ കാണുന്നുണ്ട്. സ്പോർട്സിൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ അങ്ങനെ മുൻഗണനയായിട്ട് ഒരു PT ടീച്ചറെങ്കിലും നമുക്കൊരു ആവശ്യങ്ങളാണ് ഓരോ കാര്യങ്ങൾക്ക്. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനില്ല. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം അതിങ്ങനെ ഒരു കാലപ്പഴക്കം ചെന്നിങ്ങനെ അപകടമായിട്ട് നിൽക്കുകയാണ്. കാരണം അതിങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് മതിലിനോട് അങ്ങ് ചേർന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മതിലിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പല പ്രാവശ്യവും നമ്മൾ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തിട്ടും അവർ ഇപ്പോൾ ശരിയാക്കി തരാമെന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തു തന്നില്ല. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് കുറച്ച് ശീകരമൊക്കെ ഒന്ന് വെട്ടി തന്നിട്ട് പിന്നെ പറഞ്ഞ് ഈ ടൈല് ഒരു കാര്യം ചെയ്യാൻ എല്ലാം ഇളക്കി തരാം, എന്നിട്ട് ഒരു 10 ദിവസത്തിനകത്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം വന്ന് കുത്തി ഇളക്കി 10 ദിവസത്തിനകത്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കടന്നുപോയി. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് നൽകും. സുധീഷ്, ഇനിയൊരു അപകടമുണ്ടാകാൻ കാത്തിരിക്കുകയാണോ ഈ അധികൃതർ നടപടിയെടുക്കാൻ? രക്ഷിതാക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ അധികൃതരെ ഇക്കാര്യം അറിയിച്ചതാണ്. പക്ഷേ ഒരു നടപടിയുമില്ല, ഒരു സുരക്ഷയുമില്ലാതെ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് സ്കൂളിലേക്ക് അയക്കാൻ കഴിയുക? വിചിത്രമായ ചില മറുപടികൾ. പഞ്ചായത്തിൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താത്തതും ഒപ്പം കാലാകാലങ്ങളായി നടത്തേണ്ട അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയതുമാണ് ഇത്തരത്തിൽ സ്കൂളുകളുടെ അവസ്ഥ പരിതാപകരമായി തുടരുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ തന്നെ പല സ്കൂളുകളുടെ കാര്യത്തിലും ഇടപെട്ടു. ഒപ്പം സർക്കാർ സർക്കുലർ പുറത്തിറക്കി സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ഒപ്പം കുട്ടികൾക്ക് അപകട ഭീഷണി ഇല്ലാതെ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ സ്കൂളിൽ ഒരുക്കി നൽകണം എന്നൊക്കെ. പക്ഷേ ഇത്തരം പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾക്കോ ഒന്നും ഇവിടെ യാതൊരു വിലയുമില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അത് മറ്റൊന്നുമല്ല, പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടലാണ്. കാരണം പഞ്ചായത്താണ് ഇതിനകത്ത് കൃത്യമായ ഫണ്ടുകൾ വിനിയോഗിച്ച് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകേണ്ടത്. പക്ഷേ പഞ്ചായത്തിനെ സ്കൂൾ അധികൃതർ സമീപിക്കുമ്പോൾ അവർ പറയുന്ന വാക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ശരിയാക്കി തരാം എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് അവർക്ക് നൽകുന്നത്. പക്ഷേ ആ ഉറപ്പുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ എന്ന് ശരിയാക്കി തരും എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പേടിയോടുകൂടി അവരുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടിയോടെ ഇവിടെ അയക്കാനും ഒപ്പം അധ്യാപകർക്കും പേടിയോടെ കുട്ടികളെ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ ആവശ്യങ്ങൾ 3-4 എണ്ണമുണ്ട്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് സ്കൂളുകളിൽ ഇളക്കി മാറ്റിയ അല്ലെങ്കിൽ ഇളകി മാറിയ ടൈലുകൾ അത് ഇളക്കി മാറ്റിയിരുന്നു. തുടർന്ന് അത് പുനർനിർമ്മിച്ച് നൽകാമെന്ന ഉറപ്പ് പഞ്ചായത്ത് നൽകിയതാണ്. പക്ഷേ ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ നൽകിയ ഉറപ്പ് മാസങ്ങൾ പിന്നിട്ടിട്ടും അത് നടപ്പിലായി കണ്ടില്ല. ഒപ്പം തന്നെയാണ് ഇവിടെ വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ അത് വെട്ടി മാറ്റി അവർക്ക് കുട്ടികൾക്ക് കളിസ്ഥലം ഒരുക്കണം. ഒപ്പം കുട്ടികളുടെ സ്കൂൾ പ്രാർത്ഥനകൾക്കുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ സ്കൂൾ മുറ്റത്തെ സംവിധാനങ്ങൾ ഒരുക്കി നൽകണം എന്നുള്ളൊരു ആവശ്യവും ഈ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി, സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ടോപ് 10 ആവശ്യപ്പെടാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ എത്രയും വേഗം നടപടിയെടുക്കുക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക.